ആരോഗ്യപൂർണമായ സ്ത്രീ ജീവിതത്തിന്. ആയുർവേദ വകുപ്പും റേഡിയോ മാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. നമസ്കാരം. തന്മയയുടെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. തന്മയയിൽ ഇന്ന് പെൺകുട്ടികളുടെ വളർച്ചയിൽ അമ്മമാരുടെ പങ്കിനെക്കുറിച്ച് കേൾക്കാം. വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് മാനന്തവാടി W ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി ഇ.ജെ. നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രുതി ഇ.ജെ, ആയുർവേദ ഗൈനക്കോളജിസ്റ്റ്. അമ്മയും മകളും തമ്മിലുള്ള ആത്മബന്ധം ഓരോ സ്ത്രീയുടെയും ശാരീരിക മാനസിക ആരോഗ്യത്തെ എങ്ങനെ പോസിറ്റീവായും നെഗറ്റീവായും ബാധിക്കുന്നു എന്നതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളാണ് നാം ഇന്നിവിടെ പറയുന്നത്. എൻ്റെ അമ്മേ എന്നുള്ള വിളി നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അല്ലേ? അറിഞ്ഞും അറിയാതെയും നാം നമ്മുടെ പേടിയും ആശ്ചര്യവും സങ്കടങ്ങളും ഒക്കെ അമ്മ എന്ന വിളിയിൽ കോർത്തിടാറുണ്ട്. അമ്മ മകൾ ബന്ധം, മദർ ഡോട്ടർ റിലേഷൻഷിപ്പ്, നാം കരുതുന്നതിനേക്കാളും മകളെയും അമ്മയെയും ആഴത്തിൽ മാറ്റിമറിക്കുന്ന ഒന്നുതന്നെയാണ്. ഇതൊരു പ്രൈമൽ റിലേഷൻഷിപ്പ് തന്നെയാണ്. അതിൻ്റെ സൗന്ദര്യവും ആശങ്കകളും വേദനകളും സങ്കീർണതകളും ഒരു സ്ത്രീയുടെ ഓരോ കോശങ്ങളിലും ചിന്തകളിലും ജീവിതകാലം മുഴുവൻ അടയാളങ്ങൾ സൃഷ്ടിക്കും. ഒരു കുഞ്ഞിൻ്റെ ജനനത്തിന് മുൻപേ തന്നെ അമ്മയുടെ ഓരോ ഇമോഷൻസും വിശ്വാസങ്ങളും പെരുമാറ്റങ്ങളും ഒക്കെ കുഞ്ഞിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. നമ്മുടെ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് പവർഫുൾ റോൾ മോഡൽ അമ്മ തന്നെയാണ്. ഗർഭാവസ്ഥയിൽ ഒരു കുഞ്ഞിൻ്റെ രക്തത്തിലും തലച്ചോറിലും കയറി ഇറങ്ങുന്ന ന്യൂറോ കെമിക്കൽസ് എല്ലാം രൂപപ്പെടുന്നത് അമ്മയുടെ ചിന്തകളുടെയും ഇമോഷൻസിൻ്റെയും ഭാഗമായിട്ടും കൂടെയാണ്. അമ്മയ്ക്ക് തൻ്റെ പ്രഗ്നൻസിയെപ്പറ്റി നെഗറ്റീവ് ഇമോഷൻസ് ആണെങ്കിൽ, പേടിയാണെങ്കിൽ, താല്പര്യമില്ലെങ്കിൽ ഒക്കെ കുഞ്ഞിൻ്റെ ശരീരവും മനസ്സും ഒക്കെ അത് മനസ്സിലാക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഈ പ്രഗ്നൻസിയെപ്പറ്റി വളരെ സന്തോഷമാണെങ്കിൽ, ഒരു സുരക്ഷിതത്വവും മറ്റുള്ളവരുടെ സപ്പോർട്ടും എല്ലാം ലഭിക്കുന്നുണ്ടെങ്കിൽ അതിൽ കുഞ്ഞ് തീർച്ചയായും ഹാപ്പി ആയിരിക്കും. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, മിക്കവാറും എന്ത് ചെയ്താലും അമ്മയുടെ മുഖത്തേക്ക് നോക്കും. അമ്മയുടെ മുഖത്തെ വികാരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. അമ്മയുടെ മുഖത്ത് ദേഷ്യമോ അല്ലെ അമ്മ ഉച്ചത്തിൽ സംസാരിക്കുന്നുണ്ടെങ്കിലൊക്കെ കുഞ്ഞാകെ കൺഫ്യൂസ്ഡ് ആകും, ചെയ്യുന്ന കാര്യങ്ങൾ നിർത്തിവെക്കും, എന്തോ തെറ്റ് ചെയ്തെന്ന് ഉള്ള വിചാരത്താൽ അതിൽ നിന്ന് പിന്മാറും. അമ്മ ചിരിച്ചാൽ, അമ്മ നല്ല ഉച്ചത്തിൽ കുഞ്ഞിനോട് സംസാരിക്കുകയാണെങ്കിൽ ഫുൾ കോൺഫിഡൻ്റായി കുഞ്ഞ് കളി തുടരും. ഒരു അമ്മ മകളെ വളർത്തുമ്പോൾ, മകനെ വളർത്തുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്കിലും ഒരു പെൺകുട്ടിയെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് അധികം കാര്യങ്ങളുണ്ട്. അതിൽ ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഒരു സ്ത്രീ എന്താണെന്നും ഒരു സ്ത്രീ ജീവിതം എങ്ങനെയാണെന്നും സ്വന്തം ശരീരത്തെ എത്രമാത്രം കോൺഫിഡൻ്റ് ആയിട്ടാണ് ഒരു അമ്മ കാണുന്നതെന്നും അമ്മയ്ക്ക് വരുന്ന അസുഖങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയാണ് അതിനോട് സമീപിക്കുന്നത്, പിന്നെ അമ്മ എങ്ങനെ ഒരുങ്ങുന്നുവെന്നും എങ്ങനെ കുടുംബത്തിലും സമൂഹത്തിലും പെരുമാറുന്നു എന്നും എല്ലാം നമ്മളെ പെൺമക്കളെ വളരെ ഡയറക്റ്റായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. ആർത്തവാരംഭം മുതൽ ആണ് ഒരു പെൺകുട്ടിക്ക് ഒരു സ്ത്രീയാണെന്നും ഒരു സ്ത്രീത്വത്തെ പറ്റിയൊക്കെ തോന്നിത്തുടങ്ങുന്നത്. അത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും തോന്നുന്ന പെൺകുട്ടികളുണ്ട്. അപ്പോൾ മുതൽ അവൾ അമ്മയെ കൂടുതൽ ശ്രദ്ധിക്കാനും കേൾക്കാനും അതേപോലെ തന്നെ അമ്മയെ വിമർശിക്കാനും തർക്കിക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കും. അവളുടെ പലതരത്തിലുള്ള ദൗർബല്യങ്ങളും കൗമാരത്തിൻ്റെ ആശങ്കകളും പേടികളും ഒക്കെ അവൾ പ്രകടിപ്പിക്കുന്ന വിവിധ തരം വഴികളാണിത്. ആ സമയത്ത് കുറ്റപ്പെടുത്താതെ കൂടെ ഉണ്ടാവുക, ശരീരത്തെ സ്വയം സ്നേഹിക്കാനുള്ള പഠിപ്പിക്കുക, ശരീരത്തെ ശ്രദ്ധിക്കാനും ശരീരത്തിൽ നിന്ന് വരുന്ന മാറ്റങ്ങളെ തിരിച്ചറിയാനും ഒക്കെ അവളെ പഠിപ്പിക്കുക എന്നുള്ളത് ഒരു അമ്മയുടെ ആദ്യ ചുമതലയിലൊന്നാണ്. ഓരോ അമ്മയും അവരുടെ അമ്മമാരിൽ നിന്ന് പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് തെറ്റാവാം, ശരിയാവാം. അത് മിക്കവാറും അതേപോലെ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യാറാണ് പതിവ്. ഒരു പെൺകുഞ്ഞിൻ്റെ ലൈഫിൽ വരുന്ന ഒരുപാട് ജൈവികമായ മൈൽ സ്റ്റോൺസ് ഉണ്ട്. അതിൽ ആദ്യത്തേതാണ് ആർത്തവം, പിന്നീട് കല്യാണം, സെക്ഷുവൽ ലൈഫ്, ഗർഭം, പ്രസവം എന്നിങ്ങനെ. ഈ ഓരോ അവസ്ഥയിലും അമ്മമാരിൽ നിന്ന്, അമ്മയ്ക്ക് തുല്യരായവരിൽ നിന്നും കുഞ്ഞുങ്ങൾ കേൾക്കുന്ന ഓരോ അഭിപ്രായങ്ങളും അവളിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. പെൺകുട്ടിയുടെ വിദ്യാഭ്യാസത്തിനോ വായിക്കുന്ന പുസ്തകങ്ങൾക്കോ ഇടപെടുന്ന വ്യക്തികൾക്കോ ഒന്നും മാറ്റം സൃഷ്ടിക്കാനാവാത്ത വിധം ചില വിശ്വാസങ്ങൾ പലരിലും വേരുറച്ചു കിടക്കുന്നത് കാണാം.
പല അസുഖങ്ങളെ കൈകാര്യം ചെയ്യുമ്പോഴൊക്കെയാണ് നമുക്ക് പെൺകുട്ടികളുടെ ഇത്രയ്ക്കധികം ചെറുപ്പകാലത്തിലെ കാര്യങ്ങളും അഭിപ്രായങ്ങളുമൊക്കെ അവരുടെ ഒരു രോഗാവസ്ഥയ്ക്ക് പോലും കാരണമായിട്ടുള്ളതായിട്ട് നമ്മൾ തിരിച്ചറിയപ്പെടാറ്. അത് അവളുടെ ലൈഫിനെ വളരെ ദോഷകരമായി ബാധിക്കുന്ന പലതും പെൺകുട്ടിയുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ അമ്മമാരും മകളോട് പറയുന്ന അഭിപ്രായങ്ങളും ജീവിതാനുഭവങ്ങളും സങ്കല്പങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഒന്നുകൂടി ചിന്തിച്ചതിന് ശേഷം മാത്രം കടത്തിവിടുക. ഇത് അവളെ എങ്ങനെയായിരിക്കും സ്വാധീനിക്കുക എന്ന് ഒന്നുകൂടെ ചിന്തിക്കുക. കാരണം അമ്മ അനുഭവിച്ച എല്ലാ പ്രയാസങ്ങളും മകളും അനുഭവിക്കാൻ ഇടവരരുത്. ആ ഒരു ചരട് നമ്മളായിട്ട് തന്നെ മുറിക്കണം. കാരണം അത് നമുക്കിനി വരാനുള്ള അനേകം മക്കളെ ഫ്രീ ആക്കാൻ നമ്മുടെ ഒരു തീരുമാനവും നമ്മുടെ ഒരു ചിന്തയും ഒക്കെ ഉപകരിക്കും. ഈ പ്രസവ സമയത്തെല്ലാം പലപ്പോഴും അമ്മമാർ പറഞ്ഞു കേൾക്കാറുണ്ട്, നീ പണ്ടേ വേദന സഹിക്കാത്തവളല്ലേ, നീ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല, നിന്നെ പോലും നോക്കാം, നിൻ്റെ കാര്യങ്ങൾ പോലും മര്യാദയ്ക്ക് ചെയ്യാൻ അറിയാത്ത നീ എങ്ങനെ ഒരു കുഞ്ഞിനെ വളർത്തും. ഇങ്ങനെയുള്ള അമ്മമാരുടെ അഭിപ്രായങ്ങളും ഇനി ആർത്തവ സമയത്ത് വയറുവേദന തോന്നുന്ന ഒരു കുഞ്ഞിനോട് ഇതൊന്നും ഒരു വേദനയല്ല, എല്ലാവരും ഈ വേദന സഹിച്ചിട്ടാണ്, ഇനി എത്ര വേദന ജീവിതത്തിൽ സഹിക്കാൻ കിടക്കുന്നു ഒരു പെണ്ണിന് എന്നിങ്ങനെയൊക്കെയുള്ള നിർദോഷകരമെന്ന് നമുക്ക് പുറമേ തോന്നുന്ന അഭിപ്രായങ്ങൾ കുഞ്ഞിൻ്റെ ആത്മവിശ്വാസത്തെയും ഒരു സ്വയം മതിപ്പിനെയും പ്രതീക്ഷകളെയും ഒക്കെ തകിടം മറിക്കുന്നതായിരിക്കും. അമ്മ എന്നാൽ വളരെ സങ്കീർണവും അതോടൊപ്പം രസകരവും ഒക്കെ ആയ ഒരു ഉത്തരവാദിത്വമാണ്. അതിന് നാം നമ്മെ തന്നെ ഒരുപാട് സജ്ജരാക്കേണ്ടതുണ്ട്. ശ്രോതാക്കൾ കേട്ടത് പെൺകുട്ടികളുടെ വളർച്ചയിൽ അമ്മമാരുടെ പങ്കിനെ കുറിച്ച് വിവരങ്ങൾ പങ്കുവച്ചത് മാനന്തവാടി W ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി ഈജ്. ആരോഗ്യപൂർണമായ സ്ത്രീ ജീവിതത്തിന് ആയുർവേദ വകുപ്പും റേഡിയോ മാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി.